ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതിലുള്ള ഗേൾസ് ഒരുപാട് അങ്ങോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവർ സ്നേഹിക്കുന്ന ആ ഒരു ആള് ഇവരെ വലിയ രീതിയിൽ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യാതിരിക്കുക, വിളിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കേണ്ട ആ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് എന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊന്നിനും അല്ല, നിങ്ങൾ അങ്ങോട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് കോൾ ചെയ്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ പോവും, നിങ്ങളെ അവർ പിന്നെയും തിരിഞ്ഞു നോക്കില്ല, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മോശമായ രീതിയിൽ നിങ്ങളുടെ അവസ്ഥ പോകുന്നു എന്ന് മാത്രമാണ്. അപ്പം നമുക്ക് വേണ്ടത് അതല്ല, അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് നിർത്തി വയ്ക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് എന്നല്ല, നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം നമ്മളെ റെസ്പെക്ട് ചെയ്താലേ നമ്മുടെ ചുറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുള്ളൂ. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമാണ് നമ്മുടെ ചുറ്റുള്ളവർ സ്നേഹിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവ് ഒക്കെ അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാണ്, അയ്യോ ഞാൻ ഇങ്ങനെ പുറകെ പോവാണ്, പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പം ഞാൻ ഇത്രയ്ക്കും, അതായത് അവർക്ക് ഇത്രയും വേണ്ടാത്ത ഒരാളായോ ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നുള്ളതാണ്. അപ്പം നമ്മൾ പോലും വിചാരിക്കാതെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കുക, ഒരിക്കലും നല്ലതല്ല. അപ്പം അവിടെ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ ലൈഫാണ്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കേണ്ട, സന്തോഷമായിരിക്കേണ്ട കുറേ സമയം നിങ്ങൾക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ അവരുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, അതായത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാതെ കോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അവർ നിങ്ങളെ ശ്രദ്ധിക്കണം, അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ അവരൊരു റിപ്ലൈ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ നഷ്ടമാവുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വല്ലാത്തൊരു ദേഷ്യം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒന്ന് ആ ഒരു കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ അവർ മണിക്കൂറുകളോളം ദിവസങ്ങളോളം അത് നോക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കും, എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ റിപ്ലൈ തരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആവാത്ത ആ ഒരു പേഴ്സൺ മറ്റാർക്കൊക്കെയോ വേണ്ടി അവരുടെ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും അവരുടെ പുറകെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പോവാതിരിക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അത്ര വലിയ തിരക്കുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ 1-2 ദിവസമൊക്കെ ഫോൺ യൂസ് ചെയ്തില്ല എന്നിരിക്കാം. പക്ഷേ ദിവസങ്ങളോളം നമ്മൾ ഫോൺ യൂസ് ചെയ്തിരിക്കുക, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളുടെ ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമല്ലോ, അതാണ് സത്യം. അങ്ങനെയുള്ള ആളുകൾ ഫോൺ നോക്കാതിരിക്കോ, അപ്പോൾ അതിൽ വാട്സപ്പ് ഓപ്പൺ ആക്കാതിരിക്കോ. ഇനിയിപ്പോൾ ഓപ്പൺ ആക്കാതിരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തേക്കായിരിക്കും, ഒരുപാട് നാളത്തേക്കൊക്കെ ഓപ്പൺ ആക്കാതിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതും ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഒരു മെസ്സേജ് അയച്ച് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നോക്കി വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ അതും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് അവർക്ക് നോക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അവരുടെ സമയം മുഴുവൻ അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നിങ്ങളോട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ അവർ ശ്രമിക്കുന്നില്ല, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ അവർ നടന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ്.
ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാറുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ സൗണ്ട് കേൾക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. അവരോട് സംസാരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അവരോട് സംസാരിക്കാൻ പറ്റുക എന്നുള്ള ചിന്തയിലാവും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ആഗ്രഹിച്ച് എങ്ങനെ ഇരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമേ ഉണ്ടാവില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തയ്യാറാവുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനിയിപ്പോൾ അഥവാ സംസാരിക്കുകയാണെങ്കിലും അവരുടെ കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു നല്ല റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും അവിടെ ഇഷ്ടവും ആ ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ കൂടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. അവർ നിങ്ങളോട് സംസാരിക്കുന്ന പോലും ഇല്ല. അങ്ങനെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. മീൻസ് നിങ്ങളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നാണ് അർത്ഥം. ഇനി നാലാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അവരോട് ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് പറയുമായിരിക്കാം. അതായത് അവർ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുകയും പരാതിയായിട്ടും വിഷമമായിട്ടൊക്കെ അവരോട് പറയുന്ന സമയത്ത് അവർ നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും അതേപോലെ സില്ലി ആയിട്ടുള്ള എന്തെങ്കിലും ആൻസേഴ്സ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ്. എക്സ്ക്യൂസുകൾ പറയാനായിട്ട് ശ്രമിക്കും. അത് വളരെ സില്ലി ആയ എക്സ്ക്യൂസ് ആയിരിക്കും പറയേണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളടുത്ത് അതിനുള്ള ആൻസർ ആയിട്ട് ഇങ്ങനെ വളരെ സില്ലി ആയിട്ടുള്ള ഓരോ കാരണങ്ങളായിരിക്കും പറയേണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പരാതിയായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ കാരണമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയണ്ടാവുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതും നിങ്ങളോട് ഇഷ്ടമല്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു കോൺവെർസേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു കോൺവെർസേഷൻ നിർത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിക്കുന്ന മാർഗം എന്ന് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളതായിരിക്കും. എന്തെങ്കിലും കാര്യം കണ്ടുപിടിച്ച് അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് അറിയാം ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നിർത്താനായിട്ട് കഴിയും എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പല കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സംസാരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ കോൺവെർസേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ ധൃതി കാണിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ അവരോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളായിട്ട് തന്നെ കോള് കട്ട് ചെയ്ത് പോവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞിട്ടുള്ള 5 സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓരോ പോയിന്റ് പറയുമ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് അവരെ ഞാൻ അതായത് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങോട്ട് പോയി വിളിക്കുന്നതും അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതും അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കാം. അതേപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഇത് കാണുന്ന കുറേ പേർക്ക് ഈ സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് ഒരിക്കലും വിടാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് അവരെ അത്രയും ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ വേണം, അവർ തന്നെയാണ് വേണ്ടത്. എനിക്ക് ആ ഒരാളെ തന്നെ വേണം, റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഓക്കെ ആവണം, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ പോകുന്നത്, എങ്കിലും എനിക്ക് ആ റിലേഷൻഷിപ്പ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്